നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണോ? പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഉണ്ടാവുമല്ലേ? പക്ഷെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രഹസനമാവരുത്. പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം ധന്യമാവില്ല, നമ്മുടെ പ്രവൃത്തി കൂടി നന്നാവണം. ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ആരാധനാലയങ്ങളിൽ ഒരുപാട് പോകുന്നു, പക്ഷേ മറ്റുള്ളവർക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടാക്കുകയുള്ളെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി എന്താണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാലോ. ഒന്നാമതായിട്ട്, നാം ഒറ്റയ്ക്കാണ്, ഞാൻ തോറ്റുപോകും, ഞാൻ എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും എന്നൊക്കെയുള്ള സിറ്റുവേഷനിൽ ഈ പ്രാർത്ഥന കൊണ്ട് വലിയ വലിയ അത്ഭുതങ്ങളാണ് ആ സാഹചര്യത്തിൽ ഉണ്ടാവുക. നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം അവിടെ നമുക്ക് ഒരുക്കപ്പെടും. രണ്ടാമതായിട്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് കിട്ടും. അവിടെ ജാതിയും മതവും ഒന്നുമില്ല, ആ ഫ്രണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. മൂന്നാമതായിട്ട്, നമുക്കൊരു പ്രശ്നം വരുമ്പം പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ ഈ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വലിയൊരു പ്രശ്നം വരികയാണ്, അവിടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ? പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, നമ്മുടെ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ധൈര്യമാണല്ലേ, തോറ്റുപോകില്ല എന്നൊരു വിശ്വാസവും അവിടെ ഉണ്ടാവില്ലേ? അങ്ങനെയെങ്കിൽ ഈ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ ഫെയിലിയേഴ്സിനെയൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്തെങ്കിലും സെറ്റ് ബാക്സ് വന്നാൽ അതിനെ ഓവർകം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ഒരു എനർജി ഡ്രിങ്ക് കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പലചരക്ക് കടയിൽ പോയിട്ട് 1 കിലോ പഞ്ചസാര 1 കിലോ പച്ചരി എന്ന് ലിസ്റ്റ് കൊടുക്കുന്നത് പോലെ ആവരുത്. നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു ഉപാധിയല്ല പ്രാർത്ഥന. മറിച്ച് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആദ്യം ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇങ്ങനെ നന്ദി പറയുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണെന്നറിയോ? ലൈഫിലെ പോസിറ്റീവ്സ് എല്ലാം നമ്മൾ ഓർക്കും. അപ്പൊ തന്നെ നമ്മൾ ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നീട് മറ്റുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോൾ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഓർക്കുമ്പോൾ കുറച്ചും കൂടി ഡൗൺ ടു എർത്ത് ആവാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എപ്പോഴും പ്രാർത്ഥിക്കുക, ദൈവമേ, നന്മ ഏതാണോ അത് നീ എൻ്റെ ജീവിതത്തിൽ തരണേ. നന്മ ഏതാണെന്ന്, എനിക്ക് നന്മ ഏതാണെന്ന് നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആ പ്രാർത്ഥന എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഏതൊക്കെ പ്രശ്നങ്ങളോ എന്തൊക്കെ പ്രതിസന്ധികളോ വന്നാലും നമുക്ക് മനസ്സിൽ ഒരു തോട്ടുണ്ടാവും. എന്താണ്? മുൻപോട്ട് ദൈവം ഇത് നന്മയാക്കി മാറ്റിക്കോളുമെന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നമുക്ക് അത് തരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത് ഒരു വലിയ ആശ്രയവും ആയുധവും ഒരു കോട്ടമതിലും ഒക്കെയാണ്. അതുകൊണ്ട് പ്രാർത്ഥന ഒരു ശീലമാക്കണം കേട്ടോ.